അല്ലെങ്കിൽ ആ കുട്ടി ഇവിടെ ഇരുന്നല്ലേ പ്രശ്നം. ആ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടും. ഇവിടെ ടൗണിൽ തന്നെയല്ലേ, ജോലിക്ക് പോയിക്കോട്ടെ. ആ കുട്ടി ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. അത് മരുമോളല്ല, എൻ്റെ സ്വന്തം മോളാത്. അങ്ങനെ ഞാൻ കാണുന്നത്. പിന്നെ കുഞ്ഞിന് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവനൊരു 5 വയസ്സായിക്കോട്ടെ. അതുവരെ അമ്മമാർ കൂടെ തന്നെ വേണം. ഇതിപ്പോൾ രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ 7-8 മണിയായാലും തിരിച്ചു വരെ. ഇനിയും 2 വർഷം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ അതിനുള്ള വിഷാദ രോഗം വരും. ഇപ്പൊ തന്നെ നിങ്ങൾ കോലം കണ്ടില്ല. അവളുടെ മോനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അവൻ എൻ്റെ കൂടെ നിന്നോളും. അവൾ ജോലിക്ക് പോയിക്കോട്ടെ. കുഞ്ഞിൻ്റെ മാത്രമല്ല ലക്ഷ്മിയെ, ഇതേ കാരണം പറഞ്ഞിട്ട് ഞാൻ പോണ്ട പറഞ്ഞിട്ട് ആ കുട്ടി ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലിക്ക് പോയതല്ലേ. എന്നിട്ട് എന്തായി? ആ കുട്ടി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാ? വേറെ ആൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അറിഞ്ഞത്. ഭർത്താവ് മരിച്ചൊരു പെൺകുട്ടി ഇതുപോലെ ജോലിക്ക് പോയ ഓരോരുത്തന്മാർ ഇങ്ങനെയാണ്. ഇനിയിപ്പോ വേറെ സ്ഥലത്തും ജോലിക്ക് പോയാലും ഇതേ അനുഭവം ആയിരിക്കില്ലേ? പാവം എൻ്റെ മോള് അതൊക്കെ അനുഭവിക്കണ്ടേ? ഇതുപോലുള്ള കുറച്ച് നരമ്പ് രോഗികൾക്ക് വേണ്ടിട്ട് സ്വന്തം ജീവിതം കളഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും അവള് കൊണ്ടുവന്നിട്ടൊന്നും വേണ്ട നമുക്ക് കഴിയേ. ഭർത്താവിന്റെ ചെലവിൽ കഴിയണ പോലെയാണോ അമ്മാച്ചന്റെ ചെലവിൽ കഴിയാന്നൊക്കെ പറയുമ്പോ അവൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? പാവം, ഒന്നും പറയണമില്ല, സംസാരിക്കണമില്ല. ഇപ്പൊ ജോലിക്കൊക്കെ പോയാലേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളതായില്ലേ. അതന്നെയാ ഞാൻ പോയിക്കോട്ടെ പറഞ്ഞത്. ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ, അത് മരുമോളല്ല, എൻ്റെ സ്വന്തം മോളാണ്. പെൺകുട്ടികൾ അച്ഛന്മാരുടെ ചെലവിൽ കഴിയുന്നതിൽ എന്തിതാണുള്ളത്? നീ അത് ആ കുട്ടിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ആ പാവത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാ. അതിന് സ്വന്തം വീട്ടിലും പോകാൻ പറ്റുന്നില്ലല്ലോ. അവരാണെങ്കിൽ അതിലേറെ കഷ്ടത്തില്ല. ഇനിയിപ്പൊ അതൊന്നും നോക്കണ്ടാവട്ടെ, വീട്ടിലേക്ക് അയച്ചാലോ കുറച്ചെങ്കിലും സമാധാനം കിട്ടും അവൾക്ക്. നീ എന്താ ഈ പറയുന്നത്? അവിടെ ആ കൂടെ ഒറ്റ റൂമല്ലേ ഉള്ളൂ? അവിടെയല്ലേ വെക്കലും കുടുക്കലും കിടക്കലൊക്കെ? ഇവിടെ മൂത്ത ചേച്ചി സൂല്ലാണ്ട് അവിടെ തന്നെയല്ലേ? ആ അച്ഛനമ്മയ്ക്ക് ആ കുട്ടിനെ തന്നെ നോക്കാൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് കൂടിയാണ് ഇവരെയും കൂടി അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ കുഞ്ഞ് വളരേണ്ട ആ വീട്ടിലാ? ലക്ഷ്മി, നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന കാര്യം പറയണ്ടാന്ന്. ജീവിതകാലം മുഴുവൻ അവർ ഈ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ കാലശേഷം ഇതൊക്കെ അവർക്കുള്ളതല്ലേ. അവളിന് ആ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു പെണ്ണിന്റെ മനസ്സ് വേറൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുക. പാവം ഒരുപാട് വിഷമിച്ചിട്ടാ ഓരോ ദിവസം കഴിച്ചു കൂട്ടണത്. ഇപ്പൊ പുറമെ ഒരു ജോലിക്ക് പോയാൽ അവൾക്ക് ഒരു സമാധാനം കിട്ടട്ടെ മറ്റേ ഞാൻ പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ അതിന് സമ്മതിക്കണമില്ല. ഇനിയിപ്പൊ ഞാൻ ആ കുട്ടിൻ്റെ അടുത്ത് എന്താ പറയാ? ഒരു ജോലിക്ക് പോയി 5-6 മാസം ശമ്പളം കിട്ടിയ വേറെ വാടക പോയി എടുത്തങ്ങ് പോയാലോ? കുഞ്ഞിന്റെ പേരും പറഞ്ഞ് 2 വർഷം കൂടി നിർത്തിക്കാം. എന്റെ ഒരു ഷർട്ടേ നോക്കിയതാ, ഇല്ല. എന്താ ദേവിക ഈ പറയുന്നത്? സ്വന്തം അമ്മാച്ചനെ കുറിച്ച് തന്നെയാ? എടോ, കേട്ടിട്ട് തന്നെ എന്റെ കൈയും കാലും വരയ്ക്കണം. എനിക്കുണ്ട് അമ്മാച്ചൻ. എന്നെ സ്വന്തം മോളിനെ പോലെയാ നോക്കുന്നത്. ഇതെന്ത് മനുഷ്യനാടോ? മകന്റെ ഭാര്യന്റെ അടുത്ത് എങ്ങനെയൊക്കെ? അല്ല, ഇത്രയും സംഭവിച്ചിട്ടും ഈ കാര്യങ്ങളൊന്നും എന്താ നിന്റെ അമ്മായിയുടെ അടുത്ത് പറയാത്തത്? ഞാൻ എന്താടോ പറയേണ്ടത്? എങ്ങനെയാ പറയാ? മോൻ പോയ ഷോക്കിന്ന് അമ്മ ഇന്നേ വരെയായിട്ട് ഒന്ന് നോക്കിയായിട്ട് പോലുമില്ല. അതിനിടയ്ക്ക് അച്ഛൻ എന്നെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് പറഞ്ഞ ആ പാവം എങ്ങനെയാണോ അതൊക്കെ സഹിക്കുക? അച്ഛൻ അത്രയ്ക്ക് വിശ്വാസ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ എങ്ങനെ മുന്നോട്ട് പോവാ? നിനക്കും ജീവിക്കണ്ടേ?
ഇത്ര കാലം വെച്ച് അങ്ങനെ പേടിച്ച് പേടിച്ച്. എന്നാ പിന്നെ ഇവിടെ നിൽക്കാണ്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ? അങ്ങോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞപാടെ ബാധ്യതയൊക്കെ തീർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാര്. നിന്നെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള വിമലേച്ചിനെ ഓർമ്മ വരുന്നത്. ഭർത്താവ് പോയതിനു ശേഷം സ്വന്തം വീട്ടിലും പോകാൻ പറ്റുന്നില്ല, വരുമാനം ഇല്ലാണ്ട് ആ പാവം. അവനാണെങ്കിൽ ഒരു കൂട്ടുകൊണ്ട് പോണേ, ഭർത്താവിൻ്റെ അനിയനും ഏട്ടന്മാരും അവൻ്റെ ഭാര്യമാരൊക്കെ ആയിട്ട് ഓരോ കുത്തുവാക്കും കേട്ട് പാവം ഒരുപാട്. എന്തോ ഒരു ഭാഗ്യത്തിന് അവളുടെ ഭർത്താവ് ഗൾഫിൽ പോയ സമയത്തെ 2 കോടി കവറേജ് ഉള്ളൊരു ടേം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ പൈസ കിട്ടിയിട്ട് അവരെ അതിൻ്റെ അടുത്ത് തന്നെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീടും വെച്ച് 2 പെൺകുട്ടികളെ നല്ല രീതിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസ് നിന്റെ സതീശന് എടുത്തായിട്ട് നിന്റെ സൂചിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും ഈ ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്താന്നേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പറയുകയാണെങ്കിൽ മാസം 679 രൂപ മുതൽ പ്രീമിയം തുടങ്ങുന്നുണ്ട്. പിന്നെ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാനും പറ്റും. പിന്നെ ഇപ്പം വർഷാവർഷത്തിൽ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. എന്നിട്ടും ഒന്നും എടുത്തില്ല എന്ന് പറയുമ്പോൾ എടോ, നിന്റെ സതീഷേട്ടൻ ഗൾഫിൽ പോയ സമയത്ത് തന്നെ ഇതൊന്നും എടുത്തു വെച്ചാണെങ്കിലേ നിനക്കും കുഞ്ഞിനും ഈ ഗതി വരികയായിരുന്നോ? എടുക്കാനും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ടേ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലടോ, കുഞ്ഞിന് 3 വയസ്സായില്ലേ, ഇനി എന്തിനാ നീ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത്? സ്വന്തമായിട്ടൊരു ജോലി നോക്കൂടെ? എന്നാ പിന്നെ ഇങ്ങനെ ആരും ആശ്രയിച്ച് ഇവിടെ ഇരിക്കണ്ടല്ലോ. വീട്ടിൽ തന്നെ ഇരുന്ന ഡിപ്രഷൻ ആവുമ്പോട്ട് കുഞ്ഞിനെ അമ്മൻ്റെ കയ്യിലായിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ടെക്സ്റ്റൈൽസിൽ പോയതായിരുന്നു. 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് അവിടുത്തെ മുതലാളി എന്നോട് മോശമായിട്ട്. അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് പൊതുവെ നമ്മുടെ സമൂഹം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അയാളും മാത്രമല്ല, കുറച്ച് കുടുംബക്കാരും ഇവിടെ അടുത്തുള്ള നാട്ടുകാരൊക്കെ എന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ. പെണ്ണായി പോയില്ലേ, അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്നിട്ട് ജോലിക്ക് പോയതായിരുന്നു. മൂപ്പർക്കാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അതെങ്ങനെയെങ്കിലും മുടക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ അറിഞ്ഞത്. ആ ഒരു കാരണം പറഞ്ഞ് എന്നെ പിന്നെ വിട്ടിട്ടില്ല. ഞാൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണത്. എന്നെ കാണാൻ വന്നിട്ട് നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? എനിക്ക് ചായ ഒന്നും വേണ്ട, നിന്റെ കാര്യം ആലോചിച്ചിട്ടാകെ. എടോ, ഒരു ഷോപ്പിൽ അങ്ങനെയാണ് വേണ്ടേ എല്ലാവരും ഒരേപോലെ കാണരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല ആണുങ്ങളും ഉണ്ട്. നിനക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുന്നുണ്ട്. പിന്നെ അമ്മായിയും എന്ത് വിചാരിക്കുമ്പോട്ട് നീ ഇതെല്ലാം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, നാളെ മേലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നെ തന്നെ എല്ലാവരും പഴിച്ചാരുള്ളൂ. അല്ല, ഇതിപ്പോ എവിടെ പോയതാ? അമ്മയ്ക്ക് ശ്വാസം മുട്ടലാണ് പറഞ്ഞിട്ട് 2 ആളും കൂടി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും. നിനക്ക് 4:30 എവിടെ പോകണം പറഞ്ഞതല്ലേ? 4 മണി കഴിഞ്ഞു. നീ സമയം കളയണ്ട, ഇറങ്ങാൻ നോക്കുവോ? എന്തായാലും ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. പിന്നെ ഒരു ജോലി കിട്ടിയാ നിനക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാലോ. ശരി എന്നാ. ശരി.
ഇവിടെ എവിടെ പോയി സോപ്പ് എടുക്കാൻ വന്നു. ഇത് മാർച്ചിട്ടും ശരിക്ക് കാണാൻ പറ്റുന്നില്ല. ബൾബ് ഫ്യൂസായില്ലേ? തുണികളൊക്കെ മടക്കാണ്ട് ഒന്ന് പുറത്ത് വെക്കോ? മോള് ഇവിടെ നിന്ന് മറിക്കോ? ഞാനിതിനെ പുറത്ത് വന്നു. വാ ശരി. ഇത് മടക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റും പുതപ്പ് കലക്കാണ്ട് ഒന്ന് മാറിക്കേ. മോളെ ഇത് എന്റെ പേരിലുള്ള വീടാണ്. മോളിവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് നിന്റെയൊന്നും അല്ല. അപ്പൊ അതൊന്നും ഇടയ്ക്ക് മനസ്സിലാക്കണ്ടേ? എനിക്കാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. പക്ഷെ അന്ന് ഈ അച്ഛനൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ മോള് തിങ്കളാഴ്ച ഒരു ജോലിക്കൊക്കെ പോകുന്ന കേട്ട് അത് വേണ്ട കേട്ടാ. ഇനിയും ജോലിക്ക് പോകേണ്ട എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും പോവും. അല്ല മോള് പോകണം വെക്കാം, അച്ഛന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മറ്റേ വേറെ വാടക വീട്ടിലൊന്നും പോകരുത് കേട്ടാ. എൻ്റെ മോൻ്റെ കുഞ്ഞ് വളരേണ്ടത് ഈ വീട്ടിലാ, നെയ്യും അതെവിടെ. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോ അയക്കുന്ന ഗ്രൂപ്പാണ്. നല്ല രസമുണ്ട് മോളെ. ഇത്ര നേരം കണ്ട മോള് കണ്ടു നോക്ക്. മോളെ ഈ വീഡിയോ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കാണ്. അമ്മ എവിടെ ഇല്ല, ലതികന്റെ വീട്ടിൽ പോയതാ. എല്ലാം കുറച്ച് കാണിക്കും. ഇരിക്കണ മോളെ, കുറച്ചൊക്കെ കണ്ടോ? അമ്മ ഇവിടെ ഇല്ല. വാ നമുക്ക് ഒരുമിച്ചാണ്. പേടിക്കണ്ട, വാന്ന് വാ. എന്നെ അടിച്ചാ? ഞാൻ കാരണം കുടുംബം പിരിയുണ്ടാവണ്ട ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി മേലെ ലക്ഷ്മി, ഞാനേ അവളോട് ജോലിക്ക് പോണ്ട പറഞ്ഞേ. അവളെ അടിച്ചടി. അവളുടെ വീട്ടിൽ പറഞ്ഞേക്കി. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപക്ഷെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വന്നേക്കാം. പക്ഷെ ഈ വീഡിയോയ്ക്ക് തന്നെ വരുന്ന കമന്റ്സിലൂടെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെയും അമ്മാവൻ്റെയും രണ്ടാം അച്ഛനിൽ നിന്നും അതുപോലെ കല്യാണശേഷം അമ്മായി അച്ഛനിൽ നിന്നും ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തുറന്ന് പറയാൻ മടിക്കും തോറും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വൈകും തോറും ഇത്തരം ആളുകൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ആരെന്ത് വിചാരിക്കുമെന്ന് കരുതി ഒരിക്കലും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കരുത്. അവിടെ നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതമാണ്, മറക്കരുത്. വീടിന്റെ ഇടയിലായിട്ട് പ്രവാസികൾക്ക് ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് കുടുംബം നോക്കുന്ന പ്രവാസിക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർ അത്രയും കാലം കഷ്ടപ്പെട്ട് നോക്കിയ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും.
അപ്പൊ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിൽ നിന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇനി ഫാമിലിക്ക് ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ ഫാമിലി അബ്രോഡ് ആയാലും നാട്ടിലായാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഡോക്യുമെന്റ് ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്താൽ അവർ നമുക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അസൈൻ ചെയ്ത് തരും. അവർ ക്ലെയിമിന്റെ കാര്യത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാ പ്രവാസികളും ഒന്ന് പരിഗണിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.